ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ സദ്യ സ്പെഷ്യൽ മധുരക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 5 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് ചെയ്യുക. ഇത് കുറച്ച് കൂടുതൽ പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 കിലോയോളം ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സംഭവം ആപ്പിളാണ്. ഇതൊരു 2 ആപ്പിൾ ഞാൻ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ ചിരകിയെടുക്കണം. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ചിരകിയെടുക്കുക. പിന്നെ കുറച്ച് മുന്തിരിങ്ങ, നല്ല മധുരമുള്ള മുന്തിരിങ്ങ നോക്കിയെടുക്കുക, ഒത്തിരി പുളിയില്ലാത്തത് നോക്കി. ഇനി നമുക്ക് മുന്തിരിങ്ങ ഒന്ന് ഉപ്പുവെള്ളത്തിൽ കഴുകി ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വേണം എടുക്കാൻ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരപ്പൊടിയാണ്. ശർക്കര കഷ്ണമായിട്ടുള്ളതാണേലും ഉരുക്കി ചേർത്താലും മതി. ഇപ്പം ഞാൻ ശർക്കരപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഏത്തക്കയെല്ലാം കഷ്ണങ്ങളാക്കി എടുക്കണം. ഏത്തക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് നമുക്ക് ആ നടുക്കത്തെ ആ കട്ടിയുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം കഷ്ണമാക്കി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് പൈനാപ്പിളും ആപ്പിളും ഏത്തക്കായും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ സംഭവം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഇത്ര ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 2 സ്പൂണോളം മുളക് പൊടി, ഇതിനൊരു ചെറിയ എരിവുണ്ട് കേട്ടോ ഈ മധുരക്കറിക്ക്, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പും വേണം. ഒരുപാട് ഉപ്പ് ആവശ്യമില്ല, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം. ഈ സമയം കൊണ്ട് നമ്മൾ ആ തേങ്ങയെല്ലാം കൂടെ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ ഏകദേശം മൂത്തായിട്ട് വരുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ നിറമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തേങ്ങ പാകത്തിന് വറുത്ത് കോരിയെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ വേവാൻ വെച്ച പൈനാപ്പിൾ എന്തായാലും നോക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം എടുത്തൊന്ന് മിക്സിക്കകത്ത് ചതച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് വെന്തിട്ടുള്ളതുകൊണ്ട് ഇത് ഉടച്ചാൽ മതി. ഉടച്ചെടുത്താലും ഓക്കെയാണ്. ഞാനിത് കുറച്ചൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകല്, ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഞാനിത് മിക്സിയിൽ അരയ്ക്കുന്ന ആ സമയം കൊണ്ട് ബാക്കി കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല ഉരുളന്തവി എല്ലാം വെച്ച് ഉടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. മൊത്തം അങ്ങ് അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളുകയില്ല. ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ശർക്കരപ്പൊടി നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ, ആ ശർക്കരപ്പൊടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാമോളം ശർക്കര ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉരുക്കിയെടുക്കണം. ഇത് നമ്മൾ ഇട്ടിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് തിളയ്ക്കണ പരുവം വരെ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പൊട്ടിയിട്ടുണ്ടാവും. ഈ പൊട്ടൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് മൊത്തം. ഇനി ഇതെല്ലാം എത്തണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ഒത്തിരി കടം തിളയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ഒഴിച്ച് വെക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ, വേണ്ടൊരു ചേർത്താൽ മതി. ഇനി നമുക്ക് വാങ്ങി വെക്കാം. വാങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ മുന്തിരിങ്ങ ഇടുകയുള്ളൂ. ഒത്തിരി ചൂടോടെ ഇടുകയില്ല, കാരണം മുന്തിരിങ്ങ ഒന്നും ഒത്തിരി വെന്ത് പോവണ്ട, ഇടയ്ക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് കിട്ടണം. അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് കടുക് താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് എല്ലായിടത്തും മുന്തിരിങ്ങയൊക്കെയായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച്
ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് വറ്റൽമുളക് ഒരു 5-6 ഇത് വറ്റൽമുളക്, ഒരു ചെറിയ അതിൻ്റെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഈ വറ്റൽമുളകൊന്ന് മൂത്ത് വന്ന് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയും പരിപാടിയുള്ളൂ. ഇതിനകത്ത് വേറെ ഒത്തിരി സാധനങ്ങളൊന്നും ഇടുന്നൊന്നുമില്ല. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് സംഭവം റെഡി. ഇനി ഇത് നമുക്ക് ആ മധുരക്കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എനിക്കൊന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നൊരു കറി കേട്ടോ മധുരക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സദ്യക്കൊക്കെ കിട്ടുന്ന മോഡലാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു വിഭവമായിട്ട് കാണാം. അതുവരെ ബൈ.